السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك ഏറ്റവും ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, മിസ്കെ മദീന 2K25 വേദിയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുകൾ പറയാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ ആദ്യമായി റബ്ബിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾക്കും നമ്മുടെ കൂട്ടുകുടുംബക്കാർക്കും ഉസ്താദുമാർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നത് വെറും ജീവനുള്ള വസ്തു മാത്രമല്ല, അതായത് മനുഷ്യർ മാത്രമല്ല, മറിച്ച് ജീവനില്ലാത്ത വസ്തുക്കൾ വരെ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നു എന്ന് കേട്ടാൽ നാം എല്ലാവരും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നത് എത്രക്ക് നിർബന്ധമായ കാര്യമാണ്. അതല്ലേ ഒരു ദിവസം മദീന പള്ളിയില് അല്ലാഹുവിന്റെ ഹബീബ് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മദീന പള്ളിയാകെ വിറപ്പിച്ച ഒരു കരച്ചിൽ കേൾക്കുകയാണ്. സഹാബത്താകെ മുഖത്തോട് മുഖം നോക്കി കേട്ടോ. ആരും കരയുന്നതായി കാണുന്നില്ല, ആരും കരയുന്നതായി കാണുന്നില്ല. അപ്പോൾ അതാ അല്ലാഹുവിന്റെ ഹബീബുണ്ടല്ലോ, ആ മിമ്പറിൽ നിന്ന് ഇറങ്ങിയതിന്റെ ശേഷം ആ പള്ളിയുടെ മൂലയിലുണ്ടായിരുന്ന പഴയ മിമ്പറിന്റെ അടുത്തേക്ക് പോവുകയാണ്. സഹാബത്താകെ അത്ഭുതപ്പെട്ടു നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ആരും കരയുന്നതായി കാണുന്നില്ലല്ലോ. പിന്നെ എന്റെ അല്ലാഹുവിന്റെ ഹബീബ് എവിടേക്കാണ് പോകുന്നതെന്ന് ചിന്തിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആ മൂലയിൽ പോയിട്ട് ആ പഴയ മിമ്പറിനോട് പറയുകയാണ്, മോനെ നീ കരയേണ്ടതില്ല, നിന്നെ ഞാൻ മറന്നിട്ടില്ല, നിന്നെ ഞാൻ മറക്കുകയുമില്ല. അപ്പോൾ സഹാബത്താകെ അതാ ഒന്നടങ്കം കരയാൻ തുടങ്ങി. കാരണം കരഞ്ഞതൊരു മിമ്പറല്ലേ. ഒരു ജീവനില്ലാത്ത വസ്തു അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നെന്ന് കേട്ടാൽ ഉമ്മത്തി എന്ന് വഫാത്താകുന്ന സമയത്ത് ഉമ്മത്തിയെ ഓർത്ത് കരഞ്ഞ ഹബീബിനെ നാം എല്ലാവരും സ്നേഹിക്കുന്നത് എത്രക്ക് നിർബന്ധമായ കാര്യമാണ്. മഹ്ശറ നാളിലന്ന് വിധി പറയും നേരം പാപികൾ നമ്മൾ ശഫാഅത്ത് തേടുമ്പോ അന്നേരം തിരുനബി സുജൂദിലായി വീഴും. പാപികൾ നമ്മൾക്ക് ശഫാഅത്ത് തേടും. അല്ലാഹു ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനേ റഹീമേ സുബ്ഹാനേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അല്ലാഹ് ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ.
മദീന അനുരാഗിയുടെ പറുദീസയാണ്. മധു തേടുന്ന ശലഭങ്ങളെ പോലെ ആശിഖീങ്ങൾ വന്നണയുന്ന പ്രണയ നഗരി. ഇമാം ശറഫുദ്ദീൻ ബുസൂരി അവതരിപ്പിച്ച അബൂബക്കറിൽ ബഗ്ദാദി തന്റെ അല്ലഫൽ അൽഫിൽ രേഖപ്പെടുത്തിയ ഡോക്ടർ അല്ലാമ ഇക്ബാൽ കാവ്യഭവനം തീർത്ത ഇഷ്ക് പൂത്ത നഗരമേ മദീന. ഹബീബ് മഹ്ശറയിൽ വെച്ചിട്ട് പാപികളായ നമ്മളുടെ ഇടത് ഭാഗത്തെ തുലാസങ്ങ് തൂങ്ങുകയാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ലഭിച്ചില്ല. ഇടത് ഭാഗത്തെ തുലാസങ്ങ് തൂങ്ങി. അപ്പോഴതാ സുന്ദരനായ സുമുഖനായ ഒരു മനുഷ്യനതാ അവിടേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ അരയിൽ നിന്നും ഒരു തുണിയുടെ കെട്ടെടുത്തിട്ടതാ ആ വലത്തെ ഭാഗത്തുള്ള തുലാസിലേക്ക് അങ്ങിടുന്നു. സുബ്ഹാനല്ലാഹ്, വലത്തെ തുലാസങ്ങ് തൂങ്ങിപ്പോയി. തൂങ്ങിയ സമയത്തതാ അവന് വല്ലാത്ത സന്തോഷത്തിലാണ്. എന്നാലും ഇതാരായിരിക്കുമല്ലോ എന്നെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് എനിക്ക് വാങ്ങി തന്നത്. അപ്പോഴതാ അവന് ആ ആളുകളുടെ അടുത്തേക്ക്, ആ മനുഷ്യന്റെ അടുത്തേക്ക് അങ്ങ് പോയിട്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ച സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഈ ജീവിതത്തില് എന്റെ പേരിൽ ധാരാളം സലാത്ത് ചൊല്ലിയില്ലേ, അതിന്റെ പ്രതിഫലമാണ് കേട്ടോ ഈ തുലാസിൽ തൂങ്ങിയത്. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ, പാപികളാണ് അല്ലാഹ്, ദോഷികളാണ് അല്ലാഹ്. ഹബീബിന്റെ ശഫാഅത്ത് നൽകുന്നവരുടെ കൂട്ടത്തില് റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങള് കേട്ടതും കണ്ടതും അറിഞ്ഞതെല്ലാം നിന്റെ സാലിഹായ അമാലുകളിൽ ചേർക്കണേ റഹ്മാനേ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജൂനിയർ വഅള് മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ ബി. ജഡ്ജസ് പ്ലീസ് നോട്ട്. Call letter B on the stage. السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني فيفقه قولي. علموا أولادكم محبة النبي صلى الله عليه وسلم. أعد مدحه إن القلوب تحبه بأوصافه تجلى إذا هي تسدأ. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. علموا أولادكم محبة النبي صلى الله عليه وسلم. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നിങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതല്ലേ മഹാന്മാരെല്ലാം നമുക്ക് പറഞ്ഞു തന്നത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം
നൊന്ത് സഹിച്ച ഉമ്മയെക്കാളും സ്വന്തം ഉപ്പയെക്കാളും മറ്റുള്ള ആളുകളെക്കാളും സ്നേഹജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കാത്തവൻ മുസ്ലിമല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഉമ്മയെക്കാളും സ്വന്തം ഉപ്പയെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും എല്ലാവരെക്കാളും മുത്തുനബിയെ സ്നേഹിക്കുക, എങ്കിലേ നമുക്ക് വിജയമുള്ളൂ. സ്നേഹിക്കാൻ പറ്റുന്ന പാത്രമാരാണ്, നമുക്ക് സ്നേഹിക്കാൻ പറ്റിയ ആളാരാണ്? ഹബീബി വമലാദി وكأسي ومشربي ومنظر رؤياي محمد رسول الله صلى الله عليه وسلم തങ്ങളാണ്. അവിടുത്തെ മദ്ഹുകൾ ഇങ്ങനെ മടക്കി മടക്കി ചൊല്ലുക. അതാണല്ലോ വിതിരിയ എന്ന കിതാബിൽ പറയുന്നത്. അഇദു മദ്ഹഹു ഇന്നൽ قلوب تحبه بأوصافه تجلى إذا هي تسدأ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെ മടക്കി ചൊല്ലുക, എങ്കിൽ നിങ്ങളുടെ ഖൽബിൽ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ഇങ്ങനെ വർദ്ധിച്ചു വരും. മറ്റാരെയും സ്നേഹിക്കണ്ട, മറ്റ് പെണ്ണുങ്ങളെ സ്നേഹിക്കണ്ട, മുത്തുനബിയെ സ്നേഹിച്ചു കൊള്ളുക, എങ്കിൽ നമുക്ക് വിജയമുണ്ട്. നാളെ മരണപ്പെടുമ്പോൾ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ അതാ മൂടുകല്ലങ്ങ് വെക്കുകയാണ്. പിന്നെ ആളുകളെല്ലാം പോകും. അതിനുശേഷം അതാ 2 മലക്കുകൾ വരുന്നു. അല്ലാ അല്ലാ, അവരോരോ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോഴെല്ലാം മറുപടി കിട്ടണമെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ചു കൊള്ളുക, തങ്ങളെ സ്നേഹിച്ചു കൊള്ളുക. അല്ലാഹു നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഏറ്റിത്തരുമാറാകട്ടെ. അവിടുത്തെ ശഫാഅത്തുൽ ഉളമയിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോളേറ്റർ സി. ജഡ്ജസ് പ്ലീസ് നോട്ട്. കോളേറ്റർ സി ഓൺ ദി സ്റ്റേജ്. ജൂനിയർ വിഭാഗം വാള് മത്സരം കഴിഞ്ഞാലുടൻ വേദിയിൽ ആവേശകരമായ ജനറൽ വിഭാഗം സംഘഗാന മത്സരം കാറ്റഗറി ബി. മത്സരാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അർദ്നാക അഹ്ബബ്നാക ഹാദാ അതാഉനാ بعيري حسابي أنت للحب منشأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار. ഏറ്റവും ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വേദിയിലിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ, നാട്ടുകാരെ, നാം ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സൗത്ത് സുന്ന സ്റ്റുഡൻസ് അസോസിയേഷൻ അണിയിച്ചൊരുക്കുന്ന മിസ്കെ മദീന
എന്ന പരിപാടിയിലാണ്. ഹബീബായ തങ്ങളെ പറയാനും അവിടുത്തെ പുകഴ്ത്താനും ആ പുകഴ്ത്തുന്നത് കേൾക്കാനുമാണ് അല്ലാഹു നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹബീബായ തങ്ങളെ പ്രണയിക്കൽ ഏതൊരു മുഅ്മിനും അനിവാര്യമായ കാര്യമാണ്. ഹബീബായ തങ്ങളെ പ്രണയിക്കാതെയല്ലാതെ ഒരു ഔലിയാവും ഔലിയായിട്ടില്ല. ഏതൊരു നല്ല മനുഷ്യനും നല്ല മനുഷ്യനായിട്ടില്ല. ഹബീബായ തങ്ങളെ പ്രണയിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും തന്നെ നിങ്ങളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെക്കാളും നിങ്ങൾ പോറ്റി വളർത്തിയ മക്കളെക്കാളും എന്നല്ല മറ്റെല്ലാത്തിനേക്കാളും ഫുട്ബോൾ പ്ലേയേഴ്സിനേക്കാളും ക്രിക്കറ്റ് പ്ലേയേഴ്സിനേക്കാളും എന്നല്ല ഈ ഭൂമിയിലുള്ളതുമല്ലാത്തതുമായ മറ്റെല്ലാത്തിനേക്കാളും ഹബീബായ തങ്ങളെ പ്രണയിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ പൂർണ്ണമാവില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ തങ്ങൾ അങ്ങനെ പറയുമ്പോൾ നാം ആലോചിക്കണം സഹോദരന്മാരെ, നാം ആലോചിക്കേണ്ടതുണ്ട് മുതഅല്ലിമീങ്ങളെ. ഹബീബായ തങ്ങളുടെ മേൽ ഇത്രമേൽ നാം സ്നേഹം പങ്കുവെക്കുന്നുണ്ടോ? നമ്മുടെ ഇഷ്ക് ഹബീബായ തങ്ങളിലേക്ക് കണക്ട് ആവുന്നുണ്ടോ? ഹബീബായ തങ്ങളെ സഹാബത്ത് പ്രണയം വെച്ചത് എങ്ങനെയാണ്? ഹബീബായ തങ്ങളെ സഹാബത്ത് പ്രണയം വെച്ചതുപോലെ മറ്റൊരു നേതാവിനെയും തന്റെ അനുയായികൾ പ്രണയം വെച്ചിട്ടില്ല. സഹാബികളുടെ ചരിത്രങ്ങളിലേക്ക് നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മുസൈലബത്തുൽ കദ്ദാബ്, ഹബീബായ തങ്ങളുടെ ശത്രുവായ മുസൈലബത്തുൽ കദ്ദാബ്, പ്രവാചകനാണെന്ന് പറഞ്ഞു നടക്കുന്ന മുസൈലബത്തുൽ കദ്ദാബ് ഒരിക്കൽ ഹബീബ് ഇബ്നു സൈദ് തങ്ങളോട് ചോദിക്കുകയാണ്, ഓ എടാ സൈദേ, നിനക്ക് മുഹമ്മദിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സെയ്ദ് തങ്ങൾക്കറിയാം മുസൈലബ ഹബീബായ തങ്ങളുടെ ശത്രുവാണെന്ന്. എന്നാലും ചിതറാത്ത ഈമാനോട് ചിതറാത്ത ഇസ്കോടുകൂടി ഹബീബ് ഇബ്നു സൈദ് തങ്ങൾ പറയുകയാണ്, മുഹമ്മദ് നബി ലോകത്തിന്റെ നേതാവാണ്, സത്യപ്രവാചകനാണ്, ആഖിറുൻ നബിയാണ്, അവസാനത്തെ നബിയാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ തന്റെ ശത്രുവിനെ തന്റെ മുമ്പിൽ നിന്ന് പുകഴ്ത്തിയപ്പോൾ മുസൈലബക്ക് ഇത് സഹിച്ചില്ല. മുസൈലബ തന്റെ ഉറയിൽ നിന്ന് വളരുകയാണ്. ഹബീബ് ഇബ്നു സൈദ് തങ്ങളുടെ ഒരു കയ്യങ്ങ് മുറിച്ചു കളയുകയാണ്. അപ്പോ അങ്ങനെ ഹബീബ് ഇബ്നു സൈദ് തങ്ങളുടെ കയ്യിൽ നിന്ന് രക്തം ധാരിട്ടൊഴുകുകയാണ്. കയ്യിൽ നിന്ന് രക്തം ധാരിട്ടിങ്ങനെ ഒഴുകുകയാണ്. വേദനയിൽ പുളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ചോദ്യം വരുന്നു, എടാ സൈദേ, നിനക്ക് ഈ മുസൈലബയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് സൈദേ എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് ഇബ്നു സൈദ് തങ്ങൾ പറയാണ്, ചിതറാത്ത ഈമാനോടുകൂടെ പതറാത്ത ചിന്തയോടുകൂടെ ഹബീബ് ഇബ്നു സൈദ് തങ്ങൾ പറയുന്നു, നീ പ്രവാചകനാണെന്ന് പറഞ്ഞു നടക്കുന്ന കള്ളനാണ്, നീ തെമ്മാടിയാണെന്നെല്ലാം ഈമാനിന്റെ തുടിപ്പോടെ ഇഷ്കിന്റെ തുടിപ്പോടെ ഹബീബ് ഇബ്നു സൈദ് തങ്ങൾ പറയുമ്പോൾ ഇത് മുസൈലബക്ക് സഹിക്കുന്നില്ല. മുസൈലബയതാ മറ്റേ കയ്യുമങ്ങ് മുറിച്ചു കളയുന്നു. ധാരാളം ക്രൂരമർദ്ദനത്തിനൊടുവില് ഹബീബ് ഇബ്നു സൈദ് തങ്ങൾ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകുകയാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. അങ്ങനെ ഇതറിന്റെ സ്വന്തം ഉമ്മയായ ഉമ്മു ഹമ്മാറ റളിയല്ലാഹു അൻഹാ ഈ കാര്യം അറിയിച്ചപ്പോൾ വളരെ സന്തോഷിക്കുകയാണ് ചെയ്തത്. എന്തേ സന്തോഷിക്കാനുള്ള കാരണമെന്ന് തിരക്കിയപ്പോൾ ഉമ്മു ഹമ്മാറ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ മകൻ മരണപ്പെട്ടത് ഹബീബായ തങ്ങളെ പ്രണയിച്ചതിന്റെ മേലിലാണല്ലോ, അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് ഉമ്മു ഹമ്മാറ റളിയല്ലാഹു അൻഹ പറഞ്ഞെങ്കിൽ നാം ആലോചിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ, നാം ആലോചിക്കേണ്ടത് മുതഅല്ലിമീങ്ങളെ, എത്രമാത്രമാണ് അവരുടെ ഈമാനെന്ന്, എത്രമാത്രമാണ് അവരുടെ ഇഷ്കെന്ന്. ഹബീബായ തങ്ങളുടെ മേൽ ഇഷ്ക് വെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ തങ്ങളുടെ മേൽ ഇഷ്കിനെ വർദ്ധിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സലാത്തിനെ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും ഞാനും എന്റെ മലായികത്തുകളും അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണമേ എന്നാണ് അവർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത്രമേൽ പ്രശംസയേറിയ വേറെ ഏതൊരു ഇബാദത്താണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളുടെ മേൽ ഇഷ്ടം വെക്കാനും ആ ഹബീബായ തങ്ങളുടെ മേൽ മുഹബ്ബത്തിനെ ഏറ്റാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. വേദി വേദിയിൽ അല്പം മുമ്പ് ഗാനം ആലപിച്ച ഹാമിദ് സാലിമിനൊരു സമ്മാനം കൈമാറുന്നു. അത് നൽകാൻ വേണ്ടി ഉസ്താദ് അവറുകളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ഹാമിദ് സാലിമിനെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ജൂനിയർ വിഭാഗം വഅള് മത്സരം തുടരുന്നു. Next and the last call letter D. Judges please note. Next and the last call letter D on the stage. Bismillah walhamdulillah salatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. അഭിയന്നരായ ഉസ്താദ് അവറുകളെ, സ്നേഹനിധികളായ നാട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്പം പറയാൻ സമയം ലഭിച്ചതിൽ നാഥനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം ഉമ്മയെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സ്വന്തം കൂട്ടുകാരെക്കാളും ഹബീബിനെ സ്നേഹിക്കുന്നത് വരെ ഒരാളും തന്നെ മുഅ്മിനാവുകയില്ല. ഹബീബായ തങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിന്റെ നേതാവാണ്. നമുക്ക് വേണ്ടി വഫാത്താകുന്ന സമയത്ത് പോലും കരഞ്ഞ നേതാവാണ്. ആ ഹബീബിനെ നാം സ്നേഹിക്കണം. മനസ്സിലുള്ള വൃത്തികേടുകൾ മാറ്റി ആ ഹബീബിനെ ഇഷ്ക് വെക്കണം. സ്വലാത്ത് ചൊല്ലിയിട്ടൊന്ന് രാത്രി ഉറങ്ങണം. അതാ വരുന്നു മൻറാനി ഫിൽ മനാമി ഫഖദ് റആ. കണ്ടാൽ ഞാൻ തന്നെയാണ്. ഹബീബിനെ കണ്ട സംഭവങ്ങൾ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, തഫ്താദാനി ഇമാം കണ്ടില്ലേ? ലേഖനം എഴുതുന്നവരെ അബുൽ ഖാസിം റസാഖ് തങ്ങൾ കണ്ടില്ലേ? പ്രസംഗിക്കുന്നവരെ ഷാറാനി ഇമാം കണ്ടില്ലേ? ആരാധനയിലായി ജീവിക്കുന്ന സാധാരണക്കാരെ ഷാദുലി ഇമാം കണ്ടില്ലേ? ഇമാമിങ്ങളായ ഇമാമിങ്ങള് മുഴുവനും കണ്ടോ? നമുക്കുമൊന്ന് ആ ഹബീബിനെ കാണണം. മദീനത്തെ രാജകുമാരനെ കാണണം.
പലതവണ കണ്ട് പരിചയപ്പെട്ട് മരണമടയണം. ആ ഹബീബിനെ കാണുമ്പോൾ, ഖബറിൽ നിന്ന് ആ ഹബീബിനെ കാണുമ്പോൾ പിടഞ്ഞെഴുന്നേൽക്കണം. അതല്ലേ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് ഖബർ കൊയ്ക്കുമ്പോൾ നിൽക്കാൻ ആയത്തിൽ കൊയ്ക്കണം. എന്തേ കാരണം? ഹബീബിനെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കാനാണ്. ആ ഹബീബിനെ നമുക്ക് ഇഷ്ക് വെക്കണം. മൻ റആ വജ്ഹക സഅദ്, അങ്ങേ കണ്ടവരെല്ലാം വിജയിച്ചു പോയി. ഹബീബിനെ കണ്ടവരെല്ലാം വിജയിച്ചു പോയി. ആ ഹബീബിനെ നമുക്ക് കാണണം. അതിനു വേണ്ടി ധാരാളം സ്വലാത്തുകൾ നാം പതിവാക്കണം. മനസ്സിലുള്ള വൃത്തികേടുകൾ നാം മാറ്റണം. അവയവങ്ങൾ വൃത്തികേടുകളിൽ നിന്ന് നാം മാറ്റിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഹബീബിനെ കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഹബീബിനെ ഇഷ്ക് വെക്കാൻ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹബീബിനെ കാണാൻ, ആ ഹബീബിനെ ഇഷ്ക് വെക്കാനും നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആദി ഔവൽ പൈതലായി വെച്ച മുഹമ്മദാ, ബദറിലും ബദർ ലംഘിടുന്നോരെ കാണുവാൻ വിധി ഏകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാമു അലൈക്കും. പ്രവാചക പ്രകീർത്തനത്തിന്റെ പടപ്പാട്ടുമായി സദസ്സിനെ കയ്യിലെടുത്ത് വഅദ് പറഞ്ഞ മുഴുവൻ മത്സരാർത്ഥികൾക്കും ഹാർട്ട്ലി താങ്ക് യു.